ഹായ് ഹലോ ഓൾ. സോ നമ്മള് കേരള PSC അസിസ്റ്റന്റ് സർജൻ PSC ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ OBG ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം അതിലെ ഒബ്സ്ട്രിക്സിൽ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബീറ്റ HCG ഇസ് മാക്സിമം അറ്റ്. അപ്പൊ നമുക്കറിയാം ബീറ്റ HCG എന്ന് പറയുന്നതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 7 to 9 ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പ്ലാസ്മയിൽ ആദ്യമായിട്ട് ബീറ്റ HCG ഡിറ്റക്റ്റബിൾ ആവുന്നത്. അത് കഴിയുമ്പോൾ അതിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് ഓരോ 2 ദിവസത്തിലും അത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. എവറി 2 days ഇറ്റ് വിൽ ഡബിൾ. അങ്ങനെ 10 വീക്സ് വരെ 8 to 10 വീക്സ് വരെ ഈ ബീറ്റ HCG ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും എവറി 2 days. അങ്ങനെ 10 വീക്സിലാണ് അത് പീക്കായി നിൽക്കുന്നത്. ഏറ്റവും മാക്സിമം വാല്യൂയിൽ എത്തുന്നത് 10 വീക്സിലാണ്. 10 വീക്സ് കഴിയുമ്പം അതിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറഞ്ഞ് 16 വീക്ക് വരെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. 16 വീക്ക് തൊട്ട് ഡെലിവറി വരെ നമുക്കത് നോർമൽ ഒരേ സിംഗിൾ വാല്യൂല് പ്ലാറ്റു ചെയ്തുകൊണ്ടിരിക്കും. അതായത് സിംഗിൾ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ ഡെലിവറി. അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. അപ്പം ഈ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് 10 വീക്സ്, 20 വീക്സ്, 40 വീക്സ് ആൻഡ് സൂൺ ആഫ്റ്റർ കൺസെപ്ഷൻ ആണ് ഈ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം 10 വീക്സിലാണ് ഇത് മാക്സിമം ആയിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് 10 വീക്സ് കഴിയുമ്പോൾ കുറയാൻ തുടങ്ങും. 16 വീക്സ് തൊട്ട് നമ്മൾ പറഞ്ഞു ഇത് പ്ലാറ്റ്യൂ ചെയ്ത് നിൽക്കും, അതായത് സിംഗിൾ വാല്യൂ ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ 20 വീക്സ് ആൻഡ് 40 വീക്സിൽ എന്തായിരിക്കും, അത് പ്ലാറ്റ്യൂ ചെയ്ത് സിംഗിൾ വാല്യൂ ആയിരിക്കും, അത് കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പം നമുക്കറിയാം ഇതില് കറക്റ്റ് ആൻസർ വരുന്നത് 10 വീക്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ലാംഡ സൈനസ് സീനൻ. അപ്പൊ ലാംഡ സൈൻ എന്താന്ന് നമുക്കറിയാം, ഇറ്റ് ഇസ് ട്വിൻ പീക്സ് ആൻഡ് നമ്മുടെ ട്വിൻ പ്രഗ്നൻസിയിലുള്ള USG ഫൈൻഡിങ് ആണ് ഈ ലാംഡ സൈൻ എന്ന് പറയുന്നത്. അതിന്റെ വേറെ പേരാണ് ട്വിൻ പീക്ക് സൈൻ. അപ്പൊ ഇത് കാണുന്നത് ഡൈകൊറിയോണിക് ഡൈ അമ്നിയോട്ടിക് ട്വിൻസിലാണ് നമുക്ക് ലാംഡ സൈൻ കാണുന്നത്. അപ്പം ഇതിൽ കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൈകൊറിയോണിക് ഡൈ അമ്നിയോട്ടിക് ട്വിൻസിൽ നമുക്ക് 2 പ്ലാസിന്റെ ഉണ്ടാവും, പക്ഷെ സ്പേസ് കുറവ് കാരണം നമുക്കത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അതിനൊരു ലാംഡ സൈൻ, ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ലാംഡയുടെ ഷേപ്പ് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് USGയിൽ ഇങ്ങനെ ഈ ഒരു പിക്ചർ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ട്വിൻ പീക്ക് സൈനും ലാംഡ സൈനും പേര് വരുന്നത്. അപ്പൊ അത് കാണുന്നത് ഡൈകൊറിയോണിക് ഡൈ അമ്നിയോട്ടിക് ട്വിൻസിലാണ്. പിന്നെ അതിന്റെ നമുക്ക് വേറൊരു കൺഫ്യൂഷൻ വരുന്നത് ട്വിൻസ് ആണെന്ന് ഓർമ്മയുണ്ടാവും, പക്ഷെ മോണോകൊറിയോണിക്കിലാണോ എന്ന് ഓർമ്മയുണ്ടാവും. ഇപ്പൊ മോണോകൊറിയോണിക് ഡൈ അമ്നിയോട്ടിക് ട്വിൻസിൽ എന്താണ് വരിക, അതിൽ T സൈൻ ആണ് വരിക, കാരണം അതിൽ സിംഗിൾ പ്ലാസന്റേ ഉള്ളൂ, ഈ ഇമാജിനേഷൻ ഉണ്ടാവില്ല. അപ്പം ഇത് ഓർമ്മിച്ച് വെക്കാൻ എങ്ങനെയാ, ലഡു എന്ന് ഓർമ്മിച്ച് വെക്കാം. അതായത് L ഫോർ ലാംഡ സൈൻ ആൻഡ് ലഡുവിലെ D എന്ന് പറയുന്നത് ഡൈകൊറിയോണിക് ഡൈ അമ്നിയോട്ടിക്കില് D എന്ന് വരും. ഓക്കെ, അതില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോമ്പണന്റ് ഓഫ് മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈൽ. ഇപ്പൊ മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ആന്റിപാർട്ടം ഫീറ്റൽ മോണിറ്ററിംഗ് ആയിട്ടുള്ള മോണിറ്ററിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോറിംഗ് ആണ് നമുക്ക് മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈലും ബയോഫിസിക്കൽ പ്രൊഫൈൽ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കോമ്പണൻസ് നമുക്ക് മറക്കാതെ ഓർത്ത് വെക്കാനുള്ള ഒരു വഴിയാണ്. അതായത് മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് അത് എന്താണ്, സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ നമ്മൾ ബയോഫിസിക്കൽ പ്രൊഫൈലിംഗ് ചെയ്യുള്ളൂ. അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അപ്പം മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈലിൽ നമുക്ക് വരുന്ന 2 കണ്ടന്റ്സേ വരുന്നുള്ളൂ, അതായത് നോൺ സ്ട്രെസ് ടെസ്റ്റ് NSTയും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സും. പക്ഷെ നമുക്ക് ബയോഫിസിക്കൽ പ്രൊഫൈലിൽ വരുന്നത് 5 കോമ്പണൻസ് ആണ്. അപ്പൊ അത് നമുക്ക് ഓർമ്മിച്ചു വെക്കാനുള്ള
വഴിയാണ്, ന്യൂമോണിക് ആണ്. ടി ബി മെനിഞ്ചൈറ്റിസ് ഓൾവേസ് നെറ്റോറിയസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ടി ബി എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് ഫീറ്റൽ ടോൺ ആണ്, ബി എന്ന് പറയുന്നത് ഫീറ്റൽ ബ്രെത്ത് ആണ്. മെനിഞ്ചൈറ്റിസിലെ എം എന്ന് പറയുന്നത് ഗ്രോസ് ഫീറ്റൽ മൂവ്മെന്റ്സ് ആണ്, ഗ്രോസ് ബോഡി മൂവ്മെന്റ്സ് ഓഫ് ദ ഫീറ്റസ് ആണ്. ഓൾവേസിലെ എ എന്ന് പറയുന്നത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ സിംഗിൾ ഡീപ് പോക്കറ്റും നമുക്ക് നോക്കും. പിന്നെ നൊട്ടോറിയസ് എന്ന് പറയുന്നത് നോൺ സ്ട്രെസ് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ ടി ബി മെനിഞ്ചൈറ്റിസ് ഓൾവേസ് നെറ്റോറിയസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ബയോഫിസിക്കൽ പ്രൊഫൈൽ ഓർത്ത് വെക്കുന്നത്. അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അതിന്റെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് മോഡിഫൈഡ് ബയോഫിസിക്കൽ പ്രൊഫൈലില്. അതിൽ 2 കോമ്പണൻസ് ആണ് വരുന്നത്, NST ആൻഡ് amniotic fluid index. അപ്പം ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് റിയാക്റ്റീവ് NST. റിയാക്റ്റീവ് NST നമുക്കറിയാം, NSTയുടെ റിസൾട്ടിൽ വരുന്നത് നോർമൽ ആൻഡ് അബ്നോർമൽ നോർമലിന് പറയുന്നതാണ് റിയാക്റ്റീവ് NST, അബ്നോർമലിന് പറയുന്നതാണ് നോൺ റിയാക്റ്റീവ് NST. അപ്പൊ ഇതിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയിട്ട് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ NST ആൻഡ് CTG സ്ട്രിപ്സിന്റെ വ്യത്യാസം. അപ്പൊ NSTയിൽ വരുന്നത് നമ്മുടെ ഫീറ്റൽ ഹാർട്ട് റേറ്റും ഫീറ്റൽ മൂവ്മെന്റ്സും ആണ്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫീറ്റൽ ഹാർട്ട് റേറ്റ്സിന്റെ ഗ്രാഫാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ആരോ പോലെ കാണുന്നത് ഫീറ്റൽ മൂവ്മെന്റ്സ് നടക്കുന്ന സമയമാണ്. അപ്പം ഈ CTGയിൽ വരുമ്പം ഇതിൽ 2 ഗ്രാഫ് ഉണ്ടാവും. അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ്സും യൂട്രൈൻ കോൺട്രാക്ഷൻസും കൂടി നമുക്ക് എന്തിൽ വരും, CTGയിൽ വരും. CTG സ്ട്രിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇത് രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നമുക്കറിയാം 5 to 25 സെന്റിമീറ്റർ ആണ് നോർമൽ. ലെസ് ദാൻ 5 ആവുമ്പോൾ ഒളിഗോ ആവും, മോർ ദാൻ 25 ആവുമ്പോൾ പോളിയോ. SDP-യിലും അതുപോലെ, സിംഗിൾ ഡീപ് പോക്കറ്റിലും അതുപോലെ 2 to 8 സെന്റിമീറ്റർ ആണ് നോർമൽ വരുന്നത്. ലെസ് ദാൻ 2 ആവുമ്പോൾ ഒളിഗോ ഹൈഡ്രാമ്നിയോസ് ആവും, മോർ ദാൻ 8 വരുമ്പോൾ പോളിഹൈഡ്രാമ്നിയോസ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഇതുപോലെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വരുന്നത് നമ്മൾ എത്രയും വർഷങ്ങളിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് മിസ്സായി പോവാൻ, നമുക്ക് പെട്ടെന്ന് ഇതെനിക്ക് അറിയാമെന്ന് തോന്നിയിട്ട് ആൻസർ ചെയ്യാൻ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എപ്പോഴും എന്താണ് ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എപ്പോഴും നമ്മൾ 2 തവണ വായിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ പോസ്റ്റ് ഡേറ്റഡ് പ്രഗ്നൻസി, ഗസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, ഗസ്റ്റേഷണൽ ഡയബറ്റിസ് ആൻഡ് ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡിമൈസ്. അപ്പൊ നമുക്കറിയാം ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല. കാരണം നമ്മൾ ഇൻഡക്ഷൻ ഓഫ് ലേബറിൽ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിനും നമുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡിമൈസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ ചെയ്യില്ല. കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെൻഡിങ് ഇൻഫെക്ഷന്റെ റിസ്ക് കൂടുതലാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ദ ഫീറ്റസ് ഇസ് ഡിമൈസ്ഡ്. അപ്പൊ നമുക്ക് ഇത് ചെയ്തത് കൊണ്ട് ഫീറ്റസിന് ബെനിഫിറ്റ് ആയിട്ട് ഒന്നുമില്ല. അതല്ലാതെ തന്നെ മദറിന് അത് ഇൻഫെക്ഷന്റെ റിസ്ക് കൂടുതലുമാണ്. പിന്നെ നമുക്ക് സേഫർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ അവൈലബിളും ആണ്. അപ്പൊ നമ്മൾ ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡിമൈസിൽ നമ്മൾ ഓഗ്മെന്റേഷൻ ഓഫ് ലേബറിന് വേണ്ടി ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്, ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻ അല്ല. വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ 2 അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസും ഉണ്ട്, റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസും ഉണ്ട്. അതിൽ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് വാസ പ്രീവിയ, പ്ലാസെന്റ പ്രീവിയ, മാൽ പ്രസന്റേഷൻസ്, കോഡ് പ്രസന്റേഷൻസ്, ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡിമൈസ് നമ്മളിപ്പോ പറഞ്ഞ പോലെ. പിന്നെ റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്റ്റേഷൻ ഓഫ് ഫീറ്റൽ ഹെഡ് ഒരു റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. ആക്റ്റീവ് ജനൈറ്റൽ ഹെർപ്പസ് ഇൻഫെക്ഷൻ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അസെൻഡിങ് ഇൻഫെക്ഷൻ ഉള്ള റിസ്ക് കൂടുന്നതുകൊണ്ട്
അത് നിയോനേറ്റൽ ഹെർപ്പിസ് വരാനുള്ള റിസ്ക്കും കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അത് റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. പിന്നെ സിവിയർ പോളിഹൈഡ്രാമിയോസ് വരും, അത് കോഡ് പ്രൊലാപ്സിനൊക്കെ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ARM നമ്മൾ റെക്കമെൻഡഡ് അല്ല. പിന്നെ പ്രീ ടൈം ഗസ്റ്റേഷൻ ഉണ്ടാവും, ഗസ്റ്റേഷനിലും പിന്നെ അൺഎൻഗേജ്ഡ് ഹെഡ് ആൻഡ് പ്രെമിഗ്രാവിഡയിലും നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ്. ഇപ്പൊ ക്ലിനിക്കൽ പ്രസന്റേഷനിൽ കൊടുത്തിരിക്കുന്നത് 28-year-old പ്രൈമിഗ്രാവിഡ 37 weeks ഓഫ് ഗസ്റ്റേഷനിൽ പ്രസന്റഡ് വിത്ത് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ്. അപ്പൊ തന്നെ നമുക്കറിയാം ഇതിന്റെ പ്രസന്റേഷൻ കൊടുത്തിരിക്കുന്നത് എക്ലാംസി ആണ്. അപ്പം അതില് ANC-യുടെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് the patient was adequately managed and delivered a 2.8 kg healthy male baby. ഇപ്പൊ ഡെലിവറി ഇൻട്രാപാർട്ടം കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആഫ്റ്റർ 4 hours of delivery the patient was noticed to have a low urine output. Underline low urine output. And on further evaluation, patient was noted to be drowsy with respiratory rate of 7. Again, not the point. And loss of patellar reflexes, which is very direct. ഇത് മൂന്നും എന്തിന്റെ സൈൻസ് ആണ്? യെസ്, മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റിയുടെ സൈൻസ് ആണ് ഇത് മൂന്നുമായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനും അതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് ലൈക്ലി കോസ് ദ പേഷ്യൻസ് കറന്റ് കണ്ടീഷൻ? ദാറ്റ് ഇസ് മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റി, അതായത് എക്ലാംസിയയിൽ നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് റെജിമൻ ആണ് പ്രിച്ചാർഡ്സ് റെജിമൻ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം മഗ്നീഷ്യം സൾഫേറ്റ് എന്ന ഡ്രഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, അതായത് തെറാപ്യൂട്ടിക് റേഞ്ച് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് ഇസ് വെരി ലോ. 4 to 7 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിലാണ് നമുക്ക് തെറാപ്യൂട്ടിക് റേഞ്ച് വരുന്നത്. അപ്പൊ ടോക്സിസിറ്റിയുടെ ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് മോണിറ്റർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ലോഡിംഗ് ഡോസ് കൊടുക്കുന്നതിന് മുമ്പ്, ലോഡിംഗ് ഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റ് പ്രസന്റിങ് വിത്ത് സീഷേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതിന് ആ സിറ്റുവേഷനിൽ നമ്മൾ ലോഡിംഗ് ഡോസ് ഫസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് റീനൽ സ്റ്റേറ്റ്, അതായത് നമ്മൾ ഒന്നും മോണിറ്റർ ചെയ്യാതെ റീനൽ സ്റ്റേറ്റസോ ഗസ്റ്റേഷണൽ ഏജോ മോണിറ്റർ ചെയ്യാതെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് മെയിൻ്റനൻസ് ഡോസിന് മുമ്പാണ് നമ്മൾ റിഫ്ലക്സസും റെസ്പിറേറ്ററി റേറ്റും യൂറിനറി ഔട്ട്പുട്ടും ഒക്കെ മോണിറ്റർ ചെയ്യും. അപ്പൊ അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ലോഡിംഗ് ഡോസിന് മുന്നേ അല്ല, മെയിൻ്റനൻസ് ഡോസിന് മുന്നേ ആണ് നമ്മൾ മോണിറ്ററിങ് ചെയ്യുക. അപ്പം ഇതിൽ തന്നെ ആൻസർ വരുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റിന്റെ ടോക്സിറ്റി എന്ന് പറയുന്നതിന്റെ ഇത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആവുമ്പോഴാണ് നമുക്ക് ലോസ് ഓഫ് പെറ്റലാർ റിഫ്ലക്സസ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഡയഫോറസിസ്, ഫീലിംഗ് ഓഫ് ഹീറ്റ് ഒക്കെ വരും. പിന്നെ 12 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിലാണ് നമുക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരുന്നത്, ലീഡിങ് ടു റെസ്പിറേറ്ററി അറസ്റ്റ്. പിന്നെ 15 മില്ലി ഇക്വലൻസ് പെർ ലിറ്ററിലാണ് നമുക്ക് കാർഡിയാക് എറിത്മിയ വരാൻ ചാൻസ് ഉള്ളത്. 24 മില്ലി ഇക്വലൻസ് ലിറ്ററിൽ നമുക്ക് കാർഡിയാക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിറ്റിയുടെ സയൻസ്. പിന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിറ്റി വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നത് കാൽഷ്യം ഗ്ലൂക്കനേറ്റ് ആണ് മഗ്നീഷ്യം സൾഫേറ്റിന്റെ ആന്റിഡോട്ട് വരുന്നത്. അപ്പം അതിന്റെ ഡോസേജ് വരുന്നത് 10 ml ഓഫ് 10% കാൽഷ്യം IV കാൽഷ്യം ഗ്ലൂക്കനേറ്റ് ആണ് നമ്മുടെ ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് സീൻ ഇൻ നോർമൽ പ്രഗ്നന്റ് ഫീമെയിൽ. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഇൻക്രീസ് ഇൻ പ്ലാസ്മ വോളിയം, ഇൻക്രീസ് ഇൻ കാർഡിയാക് ഔട്ട്പുട്ട്, ഡിക്രീസിങ് സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ്, ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു ക്ലൂ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ കാർഡിയാക് ഔട്ട്പുട്ടും ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റും ഒരേപോലെ
ലൈക്ക് ഇങ്ങനെ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പം ഈ ടേബിളിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻക്രീസ് ഇൻ കാർഡിയാക് ഔട്ട്പുട്ടും ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റും വരുമ്പോൾ അതിലേതോ ഒന്നാണ് റോങ് ആൻസർ. അപ്പൊ നമുക്കറിയാം കാർഡിയാക് ഔട്ട്പുട്ട് 5 വീക്സ് തൊട്ട് കൂടിക്കൊണ്ടിരിക്കും നമുക്കറിയാം. അപ്പം അതിൽ തന്നെ റോങ് ആൻസർ വരുന്നത് ഹാർട്ട് റേറ്റ് ആണ് നമുക്ക് കുറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രിഫേർഡ് ചോയ്സ് ഓഫ് ഡ്രഗ് ഫോർ ഹൈപ്പർ തൈറോയിഡിസം ഇൻ പ്രഗ്നൻസി. അപ്പൊ ഇതിലെ 4 ഓപ്ഷൻസ് വരുന്നത് തൈറോക്സിൻ, പ്രൊപ്പൈൽ തയോയുറാസിൽ, മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ. അപ്പൊ ഇതിൽ ജനറലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദ ആൻസർ ഇസ് പ്രൊപ്പൈൽ തയോയുറാസിൽ. ആൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസത്തിൻ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഡ്രഗ് ഓഫ് ചോയ്സസ് ഓഫ് കോഴ്സ് പ്രൊപ്പൈൽ തയോയുറാസിൽ. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ ഇസ് ഓൾസോ ഇൻഡിക്കേറ്റഡ്. അപ്പൊ എന്തുകൊണ്ടാണ് മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇൻഡിക്കേറ്റഡ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ കോസ് അപ്ലേസിയ ക്യൂട്ടസ് ആൻഡ് ക്വേനൽ അട്രേഷ്യ. അങ്ങനത്തെ ടെറട്ടോജനിക് എഫക്ട്സ് ഉള്ളത് കൊണ്ടാണ് മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇൻഡിക്കേറ്റഡ് അല്ലാത്തത്. ആൻഡ് റേഡിയോ ആക്റ്റീവ് അയോഡിൻ പ്രഗ്നൻസിയിൽ ഓഫ് കോഴ്സ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് അയോഡിൻ യൂസ് ചെയ്യില്ല. ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് തൈറോയിഡ് സ്റ്റോമിന് ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊപ്പൈൽ തയോയുറാസിൽ. ആൻഡ് തൈറോയിഡ് സ്റ്റോമിന്റെ സിംറ്റമാറ്റിക് മാനേജ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്രാനലോൾ ആണ്. അപ്പം ഇത്രയാണ് OBGയിൽ വരുന്ന, അതായത് ഒബ്സ്റ്ററ്റിക്സിൽ വരുന്ന 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് നമുക്ക് 7 മാർക്സിന്റെ ഗൈനക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്.